കേന്ദ്രവുമായി ചർച്ച നടത്തി മെറ്റ ഉന്നത ഉദ്യോഗസ്ഥ സംഘം. ഗ്ലോബൽ അഫയേഴ്സ് ഓഫീസർ ജോയൽ കാപ്ലന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് IT മന്ത്രാലയ സെക്രട്ടറിയുമായി ചർച്ച നടത്തിയത്. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുകയാണ്. ശരത് ലാൽ, സക്കർബർഗ് നേരിട്ട് മാപ്പ് പറയണമെന്നൊരു തീരുമാനത്തിലായിരുന്നു IT മന്ത്രാലയം. ഇപ്പോൾ ചർച്ചയിൽ ഉള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? IT സെക്രട്ടറി S കൃഷ്ണനുമായിട്ടാണ് ഈ ഉന്നതതല സംഘം ചർച്ച നടത്തിയത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു എന്നാണ് IT മന്ത്രാലയങ്ങൾ വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് IT സെക്രട്ടറി മെറ്റയ്ക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഒന്ന്, പ്രധാനപ്പെട്ട കാര്യം എന്ന പാർലമെന്റ് സമിതിയുടെ ഇക്കാര്യത്തിലുള്ള തീരുമാനങ്ങൾ. അതിൽ പാർലമെന്റ് സമിതി, IT മന്ത്രാലയത്തിന്റെ പാർലമെന്റ് സമിതി എടുത്തിരിക്കുന്നത് മെറ്റ സ്ഥാപകനും ഉടമയും തന്നെ നേരിട്ട് തന്നെ മാപ്പ് പറയണം എന്നാണ്. ആ തീരുമാനം മെറ്റ IT സെക്രട്ടറി ഔദ്യോഗികമായി തന്നെ പാർലമെന്റ് സമിതിയുടെ തീരുമാനം മെറ്റ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്തതിലുള്ള IT മന്ത്രാലയത്തിന്റെ നോട്ടീസിന് കൃത്യമായ മറുപടി നൽകിയില്ല. പകരം മാപ്പപേക്ഷിക്കുക മാത്രമാണ് ചെയ്തത്. എന്തുകൊണ്ട് ഇത്തരം ഒരു സംഭവം നടന്നു, ടെക്നിക്കൽ എറർ എന്ന് പറയുകയും അതിന്റെ കാരണം എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യണം. മൂന്നാമത്തെ കാര്യം, ചൈൽഡ് അബ്യൂസ് കേസുകളിൽ, അതായത് ചൈൽഡ് സെക്സ് അബ്യൂസ് കേസ് സംബന്ധിച്ച് നേരത്തെ തന്നെ മെറ്റയ്ക്കെതിരെ ഒരു പരാതിയുണ്ട്. ആ പരാതി സംബന്ധിച്ചിട്ടുള്ള നിയമ നടപടികൾ, അതിനുള്ള വിശദീകരണം നൽകണം. മറ്റൊന്ന്, വീഡിയോയും അതുപോലെ തന്നെ സർക്കാർ വിരുദ്ധ വീഡിയോകൾ വിദേശത്ത് പോലും അപ്ലോഡ് ചെയ്യപ്പെടുന്നു. അത് മെറ്റയ്ക്ക് തടയാൻ കഴിയണം. തുടങ്ങിയ നിർദ്ദേശങ്ങളും ആവശ്യങ്ങളുമാണ് ഇപ്പോൾ മെറ്റയ്ക്ക് മുമ്പാകെ, ഉന്നത ഉദ്യോഗസ്ഥന് മുമ്പാകെ വെച്ചിരിക്കുന്നത്. തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും മെറ്റ ഉന്നത ഉദ്യോഗസ്ഥന്മാർ നാളെയും ഡൽഹിയിൽ തുടരുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച മെറ്റ ഉന്നത ഉദ്യോഗസ്ഥരുടെ മറുപടി IT മന്ത്രാലയം കാത്തിരിക്കുകയാണ്. അതിനുശേഷം നാളെ ഒരു തുടർച്ച ഉണ്ടാകുമോ എന്നൊരു സൂചന IT മന്ത്രാലയം നൽകുന്നുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം പുറത്തു വന്നിട്ടില്ലേ പോലും തുടർ ചർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ IT സെക്രട്ടറി S കൃഷ്ണന്റെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ലിനിഷ. ശരി, നന്ദി ശരത് ലാൽ.